രണ്ടാഴ്ചയായി. പിന്നെ ഞാൻ മറ്റേ ചാനലിലാണെങ്കിൽ ഇങ്ങനെ വീഡിയോ ഇടുന്നുണ്ട്. കച്ചവടത്തിന്റെ ഇത് തിരക്കാണ്. അൽഹംദുലില്ലാ ഞങ്ങളൊക്കെ സപ്പോർട്ടും എന്താ പറയാ കാരണം കൊണ്ടൊക്കെ അൽഹംദുലില്ലാ റാഹത്തായി പോകുന്ന കച്ചവടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ സീസണും കൂടിയല്ല, അപ്പൊ തിരക്കുണ്ട്. അപ്പൊ ദിവസം അതിൽ വീഡിയോ ഉണ്ട്. അപ്പൊ അതിന്റെ അടിയിൽ കമന്റ് ഇങ്ങനെ വരും, എന്താണ് ഇപ്പൊ ഇതുവരെ നിങ്ങൾ വീഡിയോ ഇട്ടിട്ട് ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങൾ വീഡിയോ ഇടാത്തത്. അപ്പൊ ഞാൻ ഈ കാര്യം പറയാണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഞാൻ കൊടുത്തിരുന്നു. അൽഹംദുലില്ലാ എന്റെ നിക്കാഹ് കല്യാണം കഴിഞ്ഞു. ഇപ്പൊ 2 ആഴ്ചയായി. നമ്മള് ഇതിന്റെ ഒരു സൽക്കാരം കാര്യങ്ങളുടെ തിരക്കൊന്നും നല്ലിട്ടില്ല. അങ്ങനെ കരുതരുത്. നമ്മള് ഷോപ്പില് തിരക്ക് കാരണമാണ് ഞാൻ അതിൽ വീഡിയോ ഇടാത്തത്. പിന്നെ ഒരുപാട് പേര് പറഞ്ഞു നിങ്ങൾ ഇത്രയും കാലം നമ്മൾ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്തു. ഇൻഷാ അല്ലാഹ് അപ്പൊ നമ്മള് എന്താ പറയാ നിങ്ങൾ എല്ലാ വീഡിയോ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. നിങ്ങളെ വൈഫിന്റെ വീഡിയോ കാര്യങ്ങളൊന്നും നിങ്ങൾ ഇട്ടില്ലാന്ന് പറഞ്ഞിരുന്നു. ഞാന് ഇൻഷാ അല്ലാഹ് വീഡിയോ ഇടണം. ചെറിയൊരു ഇൻട്രോ. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇപ്പം ജസിയ ആഷിഖ് എന്ന് പറഞ്ഞാലായിരിക്കും എന്നെ കൂടുതലായിട്ട് അറിയാം. ജസിയ ലോകത്തോട് വിട പറഞ്ഞു. ഇപ്പം എന്തായാലും ആഷിഖ് പുതിയൊരു വിവാഹമൊക്കെ കഴിച്ചു. എന്തായാലും അവർക്ക് നല്ലൊരു സന്തോഷം സമാധാനം നിറഞ്ഞൊരു ജീവിതം ഉണ്ടാവട്ടെ എന്ന് ഞാൻ ഈ ഒരു അവസരത്തിൽ ആത്മാർത്ഥമായിട്ട് തന്നെ ആഗ്രഹിക്കുന്നു. ഇതുപോലൊരു എന്താ പറയുക, ഒരു രോഗം ബാധിച്ച് ഇത്രയും ഇതായിട്ടും ആ മരണം വരെ കൂടെ നിന്ന് ജസിയ എന്ന ആ പെൺകുട്ടിയെ ആർക്കും ഇങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടാവുമെന്നൊന്നും തോന്നുന്നില്ല. ആഷിഖ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ജസിയനെ മരണം വരെ ഇത്രയധികം സ്നേഹിച്ച് എന്താ പറയുക, അത് കാണുമ്പോൾ തന്നെ നമുക്ക് കണ്ണ് നിറയുന്ന ആ ഒരു ഇത് തന്നെയാണ്. ഇപ്പോൾ അതാണ് വേറൊരു കല്യാണം കഴിച്ചു, അതും നല്ലൊരു പെൺകുട്ടി കാണുമ്പോൾ തന്നെ അറിയാം നല്ലൊരു പെൺകുട്ടി. ആദ്യമായിട്ട് വീഡിയോയ്ക്ക് മുമ്പിൽ ആ പെൺകുട്ടിയും കൊണ്ടുവരുന്നുണ്ട്. എന്തായാലും അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ. ജസിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ആഷിഖിനെ കുറിച്ച് പറയുകയാണെങ്കിലും ജസി ഏറ്റവും വലിയൊരു ഭാഗ്യവതി തന്നെയാണ്. മരിക്കാൻ പോലും ജസിയയ്ക്ക് ആഗ്രഹം ഉണ്ടായിരുന്നില്ല. എന്താ ചോദിച്ചാൽ അത്രയ്ക്കധികം ആഷിഖ് കൂടെ നിന്ന് ഓരോ കാര്യത്തിനും ഒപ്പം നിന്ന് എല്ലാത്തിനും കൂടെ കട്ടയ്ക്കൊപ്പം നിന്ന് എല്ലാ ആഗ്രഹങ്ങളും എല്ലാം എന്താ പറയുക, ഖബറിലാണെങ്കിൽ കൂടെ എന്താണ് എന്ത് ചെയ്യാൻ പോകുമ്പോഴും ആഷിഖ് ജസിയയോട് പറഞ്ഞിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അതിലുപരി ജസിയയുടെ ഉമ്മാക്ക്, ജസിയയുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ജസിയയുടെ ഉമ്മാക്ക് ഒരു വീട്, സ്വന്തമായിട്ടൊരു വീട്. എന്താണ് ആഷിഖ് അതും ചെയ്തു കൊടുത്തു. മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ബന്ധം തീർന്നു എന്നാണ് എല്ലാവരുടെയും ഇതിലെ. പക്ഷേ അതുപോലും അതാക്കാതെ ആഷിഖ് കൂടെ നിന്ന് ആ ഉമ്മാക്കൊരു ഭവനം ഉണ്ടാക്കി കൊടുത്തു. അതിലുമ്മ സുരക്ഷിതനെ. കല്യാണത്തിനാണെങ്കിലും എന്ത് തന്നെ, ഇപ്പോൾ ഈ കല്യാണം കഴിച്ചു, അതിനാണെങ്കിലും ഒരു പെരുന്നാളാണെങ്കിലും എല്ലാത്തിനും ആ വീട്ടിൽ പോയി എല്ലാവിധ സാധനങ്ങളും വാങ്ങിച്ചു കൊടുത്ത് ആ ഉമ്മാക്ക് എല്ലാത്തിനും ഒപ്പം നിൽക്കുന്നൊരു വ്യക്തിയാണ് ആഷിഖ്. എന്താ പറയുക, ഇങ്ങനെയുള്ള യുവാക്കൾ ഈ ലോകത്തുണ്ടല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. ഇങ്ങനെയുള്ള മനസ്സുള്ളവരും ഇവിടെ ഉണ്ടല്ലോ, ഈ ലോകത്തുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. എന്താ പറയുക, ഭാര്യ മരിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന, അല്ലെങ്കിൽ ഭാര്യ കഴുത്ത് ഞെരിച്ച് കൊല്ലുന്ന, ഒരു ചെറിയൊരു രോഗം വന്ന, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വയ്യായിക പറയുമ്പോഴേക്ക് എന്താണ് നിനക്ക് എപ്പോഴും രോഗമാണെന്ന് പറഞ്ഞ് തള്ളിക്കളയുന്ന ഭർത്താക്കന്മാർ അല്ലെങ്കിൽ ആണുങ്ങളുള്ള ഈ ഒരു സമൂഹത്തിൽ ഇതുപോലൊരു പുരുഷന് കിട്ടിയ ജസിയ എന്ന് പറഞ്ഞ പെൺകുട്ടി ഒരുപാട് പുണ്യം ചെയ്തൊരു വ്യക്തി തന്നെയാണ്. എന്തായാലും ഈ ലോകത്ത് അവർക്ക് ഒരുപാട് നാൾ ഒന്നിച്ച് ജീവിക്കാൻ കഴിഞ്ഞില്ല. എന്തായാലും ഇപ്പോൾ ഒരു പെൺകുട്ടി വന്നിട്ടുണ്ട്. അവർക്കെങ്കിലും ഒരുപാട് കാലം സന്തോഷത്തോടും സമാധാനത്തോടു കൂടി ജീവിക്കാൻ കഴിയട്ടെ. എന്തായാലും വീഡിയോ ഇടാത്ത കാരണവും ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കല്യാണത്തിൻ്റെ തിരക്കും അതുപോലെ ഷോപ്പിൽ തിരക്കൊക്കെ ആയിരുന്നു. അതുകൊണ്ടാണ് വീഡിയോ ഇടാത്തത്. ഒരുപാട് ആളുകൾ ആഷിഖിൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ ആഷിഖിൻ്റെ ഓരോ കമൻസുകൾ എടുത്തു നോക്കിയാലും മനസ്സിലാവും, ഒരു പച്ചയായ മനുഷ്യൻ, ഒരു സാധാരണക്കാരൻ എന്തിനും ഒരു പാവം പിടിച്ചൊരു എനിക്ക് പേഴ്സണലി ആ ഒരു ആഷിഖ് എന്ന് പറഞ്ഞ വ്യക്തി, അതുപോലെ ജസിയ ഒരുപാട് ഇഷ്ടമുള്ളൊരു യൂട്യൂബേഴ്സ് തന്നെയായിരുന്നു. ജസിയ പിന്നെ ഈ ലോകത്തോട് വിട പറഞ്ഞു. എന്തായാലും ആഷിഖ് പറഞ്ഞ കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്കൊന്ന് കണ്ടു നോക്കൂ. ഞാൻ ഇവിടുത്തെ അമ്മയുടെ വിശേഷങ്ങൾ ഇപ്പൊ മരുന്നും കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നു. അവിടുത്തെ അമ്മ ഇവിടെ ഉണ്ടാവാറുണ്ട്. 2 ദിവസം മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ കല്യാണത്തിനും പിന്നെ അത് കഴിഞ്ഞിട്ടും പിന്നെ ഒരു നേർച്ച ഉണ്ടായിരുന്നു ഇവിടെ. അതിനും എല്ലാ നേർച്ച എന്നുള്ള മക്കാവിനും നേർച്ച ഉണ്ടായിരുന്നു. അതിന്റെ ഒന്നും വന്നിരുന്നു. അവിടെ കുറെ നേരം നിന്ന് സംസാരിച്ചിട്ടാണ് പോയത്. ഇൻഷാ അല്ലാഹ് എന്താ പറയാ 2 ദിവസം ആയിട്ടുള്ളൂ. പിന്നെ അങ്ങോട്ട് പോകണക്ക് മുമ്പ് ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പൊ എല്ലാ കാര്യങ്ങളും നമ്മളെ വിളിക്കുന്നുണ്ട്, അന്വേഷിക്കുന്നുണ്ട്, വരുന്നുണ്ട്. ഇനി ഇൻഷാ അല്ലാഹ് ഞാൻ അങ്ങോട്ടൊന്നും പോകണ്ട. അവിടേക്ക് പോക്കുണ്ട് സാധാരണ. ചെവളിയും കൂട്ടിയിട്ട് ഒന്നുകൂടിയും പോകണം. ഉമ്മ ഇങ്ങോട്ടാ വരുന്നത് ഇപ്പൊ. അപ്പൊ ഉമ്മ ഇങ്ങോട്ട് വരുമ്പോ നമുക്ക് ഉമ്മമാരങ്ങൾ അങ്ങോട്ട് പോലെ. അപ്പൊ കമന്റ്സുകൾ കണ്ടതാണ്. അതിലാണെങ്കിലും ഇതിലാണെങ്കിലും എന്താ പറയാ അവളെ കാണണം. അപ്പോൾ ഞാൻ പറഞ്ഞു അവള് താല്പര്യം എന്നാണ്. ചിലപ്പോൾ അവൾക്ക് ഇതിൽ വരാൻ ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടെ. കറക്റ്റ് എനിക്ക് തോന്നുന്നത് വരാൻ ചാൻസ് കുറവാണ്. ഇനിയിപ്പോൾ വരികയാണെങ്കിൽ തന്നെ ഒരു വട്ടം നമ്മളിപ്പോൾ എന്തായാലും ഞാനിപ്പോൾ ഫസ്റ്റ് ടൈം നിങ്ങൾ എല്ലാ കാര്യങ്ങളും നമ്മളിത് കാണിക്കുന്നതാണ്. നമ്മൾ സപ്പോർട്ടിങ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തുകൊണ്ട് നമ്മൾ എത്തിയത്.
അപ്പൊ നമ്മൾ ഫസ്റ്റ് ടൈം ഒന്ന് എന്തായാലും ഈ വീഡിയോയിൽ ഇൻഷാല്ലാ അവളെ നിങ്ങൾക്ക് കാണാം, കാര്യങ്ങൾ പരിചയപ്പെടുത്തി തരാം. പിന്നെ വരുമില്ലെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എന്തായാലും ഞാൻ എന്തായാലും ഇതിൽ വീഡിയോ ചെയ്യും, എന്റെ കാര്യങ്ങളൊക്കെ ഇതിൽ അപ്ഡേറ്റ് ചെയ്യും. അപ്പൊ ഇൻഷാല്ലാ അൽഹംദുലില്ലാ റാഹത്തായി പോകുന്നുണ്ട് ജീവിതം. പിന്നെ ഈ ചോദ്യം വരെ അടുത്തത് തകരാൻ പിന്നെ ചാനലിന്റെ പേര് മാറ്റുന്നു അങ്ങനെ ഒന്നും ഒരിക്കലും നിങ്ങൾ പറയരുത്. നമ്മളെ ചാനലിന്റെ പേര് ഇത് തന്നെ ആയിരിക്കും, ഇതിലൊരു വ്യത്യാസങ്ങളോ കാര്യങ്ങളോ വരാൻ പോകുന്നില്ല. അപ്പൊ അൽഹംദുലില്ലാ അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങൾ എന്താ പറയാ കാണാൻ നിങ്ങൾക്ക് ഉമ്മാനെയും അവളൊക്കെ ഇൻഷാല്ലാ കാണിച്ചു തരാം, നോക്കിയേക്കും ബാക്കി. ജെസ്സിയുടെ ഉമ്മ വരുന്ന കാര്യം പറഞ്ഞത്, ഇങ്ങോട്ട് വരാറുണ്ട്, എപ്പോഴും വരാറുണ്ട്, സംസാരിക്കാറുണ്ട്. അതുപോലെ ഇനി ഞങ്ങൾ അങ്ങോട്ട് പോകണം, ഇങ്ങോട്ട് വരുന്നത് കൊണ്ട് അങ്ങോട്ട് പോകാത്തതാണ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ മരിച്ചു കഴിഞ്ഞിട്ടും ആ ഉമ്മാനെ ഇത്രയധികം സ്നേഹിക്കുന്ന ഒരാൾ എന്ന് പറയുന്നത് ഒരുപാട് സന്തോഷം തന്നെ. എന്തായാലും എന്താണ് ജെസ്സിയെ ഖബറിൽ കിടന്ന് ഒരുപാട് സന്തോഷിക്കുന്നുണ്ടാവും. ഇത്രയും നല്ലൊരു എന്താണ് ഈ ഉമ്മ എന്തായാലും ജെസ്സിയെ ഖബറിൽ കിടന്ന് ഒരുപാട് സന്തോഷിക്കുന്നുണ്ടാവും ആഷിഖിൻ്റെ ഈ പുണ്യപ്രവർത്തികളെല്ലാം കണ്ടിട്ട്. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. ആഷിഖ് എന്ന ഒരു വ്യക്തിത്വം എന്ന് പറയുന്നത് ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട, ഓരോരുത്തരും കണ്ടിരിക്കേണ്ട ഒരു വ്യക്തിത്വം തന്നെയാണ് ആഷിഖിൻ്റെ ഓരോ പ്രവർത്തികളും, ചെയ്യുന്ന ഓരോ കാര്യങ്ങളും, സ്നേഹിക്കുന്നതാണെങ്കിലും എല്ലാം. ഇപ്പം എന്തായാലും ഇപ്പോൾ കിട്ടിയ പെൺകുട്ടി ഏറ്റവും വലിയൊരു ഭാഗ്യവതി തന്നെയാണ് ആഷിഖിന്. അപ്പം എന്തായാലും എന്താണ് ആ പെൺകുട്ടിയെ ആദ്യമായിട്ട് വീഡിയോയ്ക്ക് മുമ്പിൽ കാണിക്കുന്നുണ്ട്, കുറച്ച് നേരമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു മൊമെന്റും കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം, കണ്ടു നോക്കൂ. അപ്പൊ നിങ്ങള് കാണാൻ കരുതിയ ആള് ഇതാ ഇവിടെ ഇരിക്കുന്നു. ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവള് പറഞ്ഞുതരും. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാല് എല്ലാ വീഡിയോയിലും കൊണ്ടുവരാൻ കഴിയുമെന്ന് എനിക്കറിയില്ല, അതൊക്കെ പിന്നീട് ആലോചിക്കേണ്ട കാര്യങ്ങൾ. പക്ഷെ ആൾക്ക് ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ വരാൻ കാരണം നമ്മൾ ഇത്രത്തോളം വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മളെല്ലാം കണ്ടിട്ടുണ്ട്. അപ്പൊ ഇവിടെ കാണാൻ ഒരുപാട് ആളുകൾ നിൽക്കുന്നുണ്ട് കമന്റ്സിലും ഇതിലൊക്കെ പറഞ്ഞപ്പോൾ ഇങ്ങനെ കാണിക്കുകയാണ്. ഇൻഷാല്ലാ ഇനിയുള്ള വീഡിയോ ഞാൻ എന്തായാലും എൻ്റെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യും. അപ്പോൾ അവളെ കുറിച്ച് അവൾ തന്നെ പരിചയപ്പെടുത്തി തരും. ഹലോ, അസ്സലാമലൈക്കും. എൻ്റെ വീട് തസ്ലിയ, പാലക്കാടാണ് വീട്. എല്ലാവരും നമുക്ക് വേണ്ടി ദുആ ചെയ്യണം. ഇന്നത്തെ സ്പെഷ്യലാണ് മക്കളെ ഇത്. ഇന്ന് പള്ളി കഴിഞ്ഞ് വന്നതാണ്. ഇന്ന് നല്ല ചോറ്, ചക്കക്കൂട്ടാൻ, ചക്കക്കൂട്ടാൻ കിടിലൻ ചക്കക്കൂട്ടാനുണ്ട്. പിന്നെ അതാ കുമ്പളങ്ങ ചാറുണ്ട്. ഈ കുമ്പളങ്ങ ചാറ് എന്ന് പറഞ്ഞാൽ അപ്പോൾ മലപ്പുറത്തിന്റെ ഒരു തനിമട്ടിയ. പിന്നെ നമ്മളെ പേരിലുണ്ടായ വായക്ക കൊണ്ട് പേരുണ്ടാക്കിയിട്ടുണ്ട്. മാഷാ അല്ലാ. അപ്പൊ അച്ചാറൊന്നും ഇല്ലമ്മ, ഇത് അടിപൊളി ഐറ്റാണ്. മാങ്ങ ഉപ്പിലിട്ടത് അച്ചാറുണ്ടെങ്കിൽ മക്കളെ വേറെ ഒന്നും ചോറിന് കൂട്ടാൻ വേണ്ട, അത്ര കിടിലൻ സാധനമാണ്. ഉള്ളി ചാറ് പറഞ്ഞിട്ട് ഇങ്ങനെ മാങ്ങ എടുത്തിട്ട് ഇങ്ങനെ എത്തിക്കിട്ട് നിങ്ങളെ കൊതിപ്പിക്കണില്ല കേട്ടോ. കുറച്ച് ചക്ക കൂട്ടാനും. എന്തായാലും നല്ലൊരു പെൺകുട്ടിയിലെ ഒതുങ്ങിയ ഒരു പെൺകുട്ടി ആഷിഖിന്, ജെസ്സിയെ പോലെ തന്നെ ആഷിഖിന് പറ്റിയൊരു പെൺകുട്ടിയാണ്. ജെസ്സിയെ പോലെ തന്നെയാണ്. ഒരു നല്ലൊരു എന്താണ് ഉടമ, കാണുമ്പോൾ തന്നെ അറിയാം നല്ലൊരു നിഷ്കളങ്കമായൊരു മുഖം. അതുപോലെ തന്നെ ഓരോരുത്തരും കമൻറ്റിലൂടെ ചോദിക്കുന്നുണ്ട് ഇനി ഈ ചാനലിലെ പേര് മാറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആഷിഖ് പറയുന്നുണ്ട് ഒരിക്കലും ആ ഒരു പേര് തന്നെ ആയിരിക്കും, അതൊരിക്കലും മാറ്റാൻ പോകുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അവരുടെ ജീവിതത്തിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും സ്വസ്ഥതയും എല്ലാം ഉണ്ടാവട്ടെ. അതുപോലെ തന്നെ എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ. എന്താണ് ഈ അവസരത്തിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു. എന്താ പറയുക, ആ എന്താണ് ജെസ്സിയെ മരിക്കുമ്പോഴുള്ള ആ ഒരു അവസ്ഥയും ഇതൊക്കെ ആഷിഖ് ആകെ തകർന്നൊരു മട്ടായിരുന്നു. ആകെ എന്താ പറയുക, ഭയങ്കരമായിട്ട് തകർന്ന ആ ഒരു ഇതായിരുന്നു. എന്തായാലും ഒരുപാട് സങ്കടം ഉണ്ടായിരുന്നു ആ ഒരു സമയത്തൊക്കെ. ജെസ്സിയുടെ അവസ്ഥയും ആഷിഖിൻ്റെ ആ ഒരു സങ്കടവും ഇതെല്ലാം കണ്ടപ്പോൾ എന്തായാലും അതെന്നെല്ലാം കാലം മായ്ക്കാത്ത മുറിവുകളിലില്ല. എന്തായാലും നമുക്കതെല്ലാം മറന്നേ പറ്റുള്ളൂ. പിന്നെ നമുക്ക് എന്തായാലും ആ ഒരു ഓർമ്മ നമ്മുടെ നോവായിട്ട് തന്നെ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും, ഒരിക്കലും മറക്കാനൊന്നും കഴിയില്ല, നോവായിട്ടുണ്ടാവും. പിന്നെ നമുക്ക് കാലം കഴിയുന്തോറും ഇപ്പോൾ അത് മാത്രം ഓർത്തിട്ട് നമുക്ക് ജീവിതം തള്ളി നിൽക്കാൻ കഴിയില്ല. ഇപ്പോൾ ഒരു കല്യാണം, ആഷിഖും ചെറിയൊരു ചെറുക്കനാണ്, ചെറുപ്പക്കാരനാണ്, അവനക്കൊരു വിവാഹം കഴിച്ചേ പറ്റുള്ളൂ. അപ്പോൾ ഉമ്മയാണെങ്കിലും ഒരു രോഗിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആഷിഖിന് കല്യാണത്തിനെ കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ പറ്റില്ല. അത് മാത്രം ഓർത്ത് പിന്നെയാണെങ്കിൽ മക്കളൊന്നുമില്ല. അപ്പോൾ പിന്നെ ഒരു കല്യാണം അത് അനിവാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ആഷിഖ് ഒരു നല്ലൊരു പെൺകുട്ടിയെ കിട്ടി. എന്തായാലും അവർ ജീവിതം ഇനി എന്തായാലും മുന്നോട്ട് നല്ലൊരു രീതിയിലുള്ളൊരു ജീവിതമായിരിക്കട്ടെ. എല്ലാവിധ ഐശ്വര്യങ്ങളും അവരുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ഈ ഒരു അവസരത്തിൽ ആത്മാർത്ഥമായിട്ട് തന്നെ പ്രാർത്ഥിക്കണം. ഈ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. ജെസ്സിയക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ആഷിഖിന് വേണ്ടിയിട്ടും ഇപ്പോൾ വന്ന ആ ഒരു പെൺകുട്ടിക്ക് വേണ്ടിയിട്ടും എല്ലാം. ഉമ്മാക്കാണെങ്കിലും ഒരുപാട് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. എന്തായാലും അതെല്ലാം ഉമ്മാൻ്റെ അസുഖങ്ങളെല്ലാം മാറി അവരുടെ ജീവിതം സന്തോഷപൂർണ്ണമാവട്ടെ എന്ന് നമുക്ക് ഈ ഒരു അവസരത്തിൽ ആത്മാർത്ഥമായിട്ട് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഞാൻ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്ത് പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.